സ്തുതി. എനിക്ക് രണ്ട് പിള്ളേരാണ്, ഒരാണും ഒരു പെണ്ണും. മകളുടെ കാര്യം സാക്ഷ്യം പറയാനാണ് അവിടെ വന്നേക്കുന്നത്. അവളെ കല്യാണം കഴിച്ചു വിട്ട് ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ പ്രശ്നങ്ങളും ആയി. കുറേ നാളും വീട്ടിൽ വന്ന് നിന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ എപ്പോഴും പറയും ഇവിടെ വന്നാൽ വെറുങ്കയോടെ ആരും പോയാലെന്ന്. അന്നേരം എൻ്റെ മനസ്സിൽ വിചാരിക്കും, ദൈവമേ ഞാൻ എന്നും വെറുങ്കയോടെയാണല്ലോ കർത്താവ് ഇവിടുന്ന് പോകുന്നത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയല്ലോ. കുറേ നാൾ വിചാരിച്ചു ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി പ്രാർത്ഥന വേണ്ടെന്നോർത്ത് നിരാശപ്പെട്ട് ഞാൻ നടന്നു, സങ്കടപ്പെട്ട് ഇവിടുന്ന് എന്നും ഞാൻ കരഞ്ഞാ പോകുന്നത്. അങ്ങനെ അവസാനം പ്രാർത്ഥിച്ച് ഇപ്പം എൻ്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു. എൻ്റെ മകൾ ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ താക്കോല് നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ഒരാഴ്ച എല്ലാം അന്വേഷിച്ച് പെരയുടെ അകം പുറവും എല്ലാം അരിച്ചു പെറുക്കി. അന്നേരം ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ എൻ്റെ മോടെ കാര്യം സാക്ഷ്യപ്പെടുത്തി പറഞ്ഞപ്പോൾ എനിക്ക് തമ്പുരാൻ അനുഗ്രഹം തന്നു. ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാവും തമ്പുരാനോട് നേർന്നു. ഒരു 10 പ്രാവശ്യം ചെന്ന് നോക്കി പെരയുടെ അകത്തും പുറത്ത്. അവിടെ ചെന്ന് തന്നെ പിന്നെ നോക്കി കണ്ടില്ല. നേർച്ച നേർന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ താക്കോലും ദൈവം തമ്പുരാൻ തന്നു. അങ്ങനെ 2 അനുഗ്രഹം പതായി വന്നപ്പോൾ എനിക്ക് ദൈവം നൽകി. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായി നൽകിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. ദൈവം തന്ന സർവ്വ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 2015 ആദ്യത്തെ ശുശ്രൂഷയിൽ ഫാദറുടെ ആദ്യ ശുശ്രൂഷ പങ്കുചേരുവാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. 2015 നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാറും പ്രാർത്ഥിക്കാറുമുണ്ട്. 2014 നമുക്ക് ലഭിക്കാതെ പോയിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും 2015 ലഭിക്കുകയും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ നൽകുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളും. നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളോ ഉണ്ടാകുന്നില്ല. നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുക അവര് നമുക്ക് നല്ലത് ചെയ്തു തരണമെന്നുള്ളതാണ്. നമ്മളുമായിട്ട് അടുപ്പമുള്ളവരും ബന്ധപ്പെടുന്നവരുമായ എല്ലാവരും നമുക്ക് നല്ലത് നൽകണം, അതാണ് നമ്മളുടെ ആഗ്രഹം. എന്നാൽ നമുക്ക് അവർക്ക് നല്ലത് നൽകാൻ പലപ്പോഴും സാധിക്കുന്നുണ്ടോ, അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഏറ്റവും നല്ലത് നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറില്ല. മറ്റുള്ളവർ നമുക്ക് ഏറ്റവും നല്ലത് നൽകാത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് നമ്മൾ ഒത്തിരി അധികം ക്ലേശിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ നൽകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? യേശു വീണ്ടും പറഞ്ഞു, ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമുണ്ടാകുന്നില്ല. അത് നമുക്കറിയാം. നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ മാവുണ്ട്, പ്ലാവുണ്ട്. എന്നാൽ പ്ലാവിൽ നിന്ന് മാങ്ങ ഒരിക്കലും ലഭിക്കുന്നില്ല, മാവിൽ നിന്ന് ചക്ക നമുക്ക് ലഭിക്കുന്നുമില്ല. മാവിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മളെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് പ്രിയപ്പെട്ട മാവുണ്ടാകും, പ്രിയപ്പെട്ട പ്ലാവുമുണ്ടാകും. ധാരാളം മാവും പ്ലാവും നമ്മുടെ പറമ്പിൽ കായ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിഷ്ടപ്പെട്ട പ്ലാവിൻ്റെ ചക്കയോ മാവിൻ്റെ മാങ്ങയോ ആണ് നമ്മൾ പറിച്ച് കഴിക്കാറുള്ളത്. ഇഷ്ടമില്ലാത്ത മാവിൻ്റെ മാങ്ങ ചോട്ടി വീണാൽ പോലും നമ്മൾ എടുക്കാറില്ല, ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? ആ മാവിൻ്റെ മാങ്ങായ്ക്ക് രുചി കുറവാണ്,
നല്ല മാവ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് മോശമായതെല്ലാം നമ്മൾ ഒരുപക്ഷെ വെട്ടി വിറകാക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃക്ഷത്തിൽ നിന്ന് എപ്പോഴും ഫലങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അത് നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മളത് നിർത്തുന്നു. എന്നാൽ ഈ നല്ല വൃക്ഷം എല്ലാ കാലത്തും ഒരുപോലെ കായ്ക്കണമെന്നില്ല, എല്ലാ കാലത്തും ഒരുപോലെ ഫലം നൽകണമെന്നുമില്ല. ചില വർഷങ്ങളിൽ ഈ വൃക്ഷത്തിൽ ഒരു ഫലവും ഇല്ലാതായി വന്നേക്കാം. അപ്പോഴും നമ്മളാരും പറയുകയില്ല ആ മാവ് മോശമാണ് എന്ന്. ഫലം കുറഞ്ഞു പോയാലും പറയില്ല ഈ മാവ് ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറയില്ല. ഈ പ്രാവശ്യം മാവ് അധികം പൂത്തില്ല, അധികം കായ്ച്ചില്ല, കാലാവസ്ഥ മോശമായിരുന്നു, പൂത്തപ്പോഴും മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയും. എന്നാൽ ഈ നല്ല വൃക്ഷത്തെ എപ്പോഴും നമുക്ക് സ്നേഹമാണ്. മോശമായൊരു വൃക്ഷമാണെങ്കിലോ അതെപ്പോഴും ഇങ്ങനെ തന്നെ കായ്ക്കുള്ളൂ. അത് കായ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് തടി വെട്ടി വിറ്റാൽ എന്തെങ്കിലും വില കിട്ടുമോ അല്ലെങ്കിൽ വിറകിന് ഉപയോഗിക്കുമോ എന്ന് ചിന്തിക്കും. അപ്പോൾ നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ ഫലങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും. എന്നാൽ ചിലപ്പോൾ ആ ഫലങ്ങൾക്ക് കുറവ് വന്നേക്കാം. എന്നാലും ആ വ്യക്തിയുടെ ജീവിതം ദുഷ്ടതയിലേക്ക് കടന്നു പോകുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ കുറവാണെങ്കിലും അത് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എങ്കിൽ ആ വ്യക്തി നിലനിൽക്കുന്നിടത്തോളം കാലവും നിലനിന്നതിന് ശേഷവും ആ വ്യക്തിയുടെ സൽഫലങ്ങൾ അനേകർക്ക് അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് 2015 സാധിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും നല്ല വൃക്ഷമായിട്ട് മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ നൽകുന്ന ജീവിതത്തിന്റെ ഉടമയായിട്ട് മാറുവാൻ കഴിയുക? നമ്മുടെ മനോഭാവത്തിൽ തന്നെയാണ് എന്ന് യേശു പറഞ്ഞു. നീ എന്തിനു വേണ്ടി വിതയ്ക്കുന്നോ അത് മാത്രമേ നിനക്ക് കൊയ്തെടുക്കാൻ കഴിയുള്ളൂ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. നന്മയ്ക്ക് വേണ്ടി വിതച്ചാൽ നന്മ കൊയ്യാം, തിന്മയ്ക്ക് വേണ്ടി വിതച്ചാൽ തിന്മ കൊയ്യാം. കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യും എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പം നന്മയുടെ കൊടുങ്കാറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞു വീശുന്നതെങ്കിൽ നമ്മൾ നന്മയുടെ വിത്താണ് വിതച്ചിരിക്കുന്നത്. തിന്മയുടെ കൊടുങ്കാറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആഞ്ഞു വീശുന്നതെങ്കിൽ നമ്മൾ വിതച്ചിരിക്കുന്നത് തിന്മയുടെ വിത്താണ് എന്ന് തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, എനിക്കെന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു, അവർക്കൊരു കുറവുമില്ല, അവരെല്ലാ തരത്തിലും ഉയർന്നവരാണ്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ നിരവധി ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വേളയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട്, ധ്യാന സെന്ററുകളിൽ പോയിരുന്ന് ചോദിച്ചിട്ടുണ്ട്, കൗൺസിലറുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നല്ല വൃക്ഷമാകാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരാത്തതെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് യേശു മറ്റൊരിടത്ത് പറഞ്ഞു. നമ്മുടെ ഭവനത്തിൽ വിവിധ ഉപയോഗങ്ങൾക്കുള്ള പാത്രങ്ങളുണ്ടല്ലോ എന്നാണ് പറയുന്നത് അവിടെ വചനത്തിൽ. മോശമായതിന് ഉപയോഗിക്കുന്നത്, വിശിഷ്ടമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രം നല്ലപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നാൽ അത് വിശിഷ്ടമായ ഉപയോഗത്തിനും ഉപകരിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ മോശമായിരുന്നതിനെ ശുദ്ധീകരിച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ അനുതാപപൂർണമായ പശ്ചാത്താപപൂർണമായ അനുഭവത്തിലൂടെ കടത്തിവിടുകയും അച്ഛൻ നമ്മളോട് പറഞ്ഞതുപോലെ കർത്താവായ യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന് ജീവിതത്തിന്റെ ഉടനീളം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. ഒരു വീട്ടിലെ മോശമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രം ശുദ്ധീകരിച്ച് ശ്രേഷ്ഠമായ ഉപയോഗത്തിന് ഉപകരിക്കുന്നത് പോലെ കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ നിന്നും കൃപയും കാരുണ്യവും എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെയെല്ലാം ജീവിതത്തിലുള്ള ചീത്തയായ മേഖലകളെ ദൈവം ഫലസമൃദ്ധമായ ഫലങ്ങൾ നൽകുന്ന, രുചികരമായ ഫലങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് നയിക്കും. ഇവിടെ ആവശ്യമായിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ എപ്പോഴും നമ്മൾ നന്മ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ നന്മയുണ്ടോ എന്ന് തിരിച്ചറിയുകയാണ്. നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നല്ല മാവില്, നല്ല മധുരമുള്ള മാങ്ങ തരുന്ന, രുചിയുള്ള മാങ്ങ തരുന്ന മാവില് എല്ലാ വർഷവും മാവ് ഒരുപോലെ കായ്ക്കണമെന്നില്ല എന്ന് നമ്മൾ കണ്ടു.
കായ്ഫലം കുറഞ്ഞിരിക്കാം, എങ്കിലും അതിൽ കായ്ക്കുന്ന മാങ്ങയ്ക്ക് യാതൊരു തരത്തിലുള്ള രുചിഭേദവും ഉണ്ടാകുകയില്ല. ഇതുപോലെ കൂടുതൽ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യുന്ന നന്മകളിൽ എപ്പോഴും ശുദ്ധതയുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ, വ്യക്തിത്വത്തിന്റെ നിറവിന്റെ കാരണം. അപ്പോൾ അങ്ങനെ ആത്മീയമായ വ്യക്തിത്വത്തിന്റെ നിറവ് നമ്മളിൽ എപ്പോഴും നിലനിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ രാവിലെ എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറും. വീട്ടിലുള്ള ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും സഹോദരങ്ങളോടും എല്ലാം സന്തോഷത്തോടെ പെരുമാറും. എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും തല്ലിപ്പൊളിക്കും. പിന്നെ കലഹമായി, കോലാഹലമായി, വിവാഹബന്ധം വേർപെടുത്തലായി, മക്കളെ വീതം വെക്കലായി, വാക്കത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലായി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കായി, ഇല്ലാത്ത കുറ്റങ്ങളൊന്നും മറ്റൊരാൾക്കും ഉണ്ടാകാൻ കാണാതിരിക്കുന്നില്ല, സർവ്വവിധത്തിലുള്ള കുറ്റങ്ങളും. അപ്പോൾ നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുമെങ്കിൽ, നമ്മൾ പരിപൂർണമായും നല്ലതായി കഴിഞ്ഞെങ്കിൽ, രാവിലെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടും സ്നേഹത്തിൽ നമ്മൾ സന്തോഷത്തോടെ പെരുമാറി അല്പം കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്വഭാവം മാറുകയാണ് എങ്കിൽ നമ്മൾ നല്ല വൃക്ഷമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആട്ടുംതോലണിഞ്ഞ ചെന്നായെ പോലെയാണ് ജീവിക്കുന്നത്. മാനസാന്തരം സംഭവിച്ചിട്ടില്ല. യോജൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടതെന്ന്. വർഷങ്ങൾ ഒത്തിരി കടന്നുപോയി, ഒത്തിരി നീറുകൾ ആഘോഷിച്ചു, എന്നിട്ടും നമ്മുടെ വസ്ത്രം മാത്രമേ കീറിയുള്ളൂ, ഹൃദയം കീറിയില്ല. അപ്പോൾ നല്ല വൃക്ഷമാകണമെങ്കിൽ, നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത നമ്മളുടെ മനോഭാവങ്ങൾ, ഈ ലോകത്തുള്ള ആസക്തികൾ, ആഗ്രഹങ്ങൾ, ഇവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഫലങ്ങൾ കുറഞ്ഞാലും ഏറിയാലും എപ്പോഴും നമ്മളിൽ നിന്നും പുറപ്പെടുന്നത് നല്ല ഫലം മാത്രമായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇനി മുതൽ എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ കാറ്റെനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും, ഓളങ്ങൾ എൻ്റെ നേരെ വീശിയടിച്ചാലും, തിരമാലകൾ എൻ്റെ മേലെ ഉയർന്നു വന്നാലും, ഞാൻ അക്ഷോഭ്യനായി ക്ഷമയോടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയും എപ്പോഴും എൻ്റെ അധരങ്ങളിൽ നിന്നും എൻ്റെ പ്രവൃത്തികളിൽ നിന്നും നല്ല ഫലങ്ങൾ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ജീവിതത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഉടമയായി ഞാൻ എന്നും മാറുമെന്നുമുള്ള തീരുമാനം നമുക്കെടുക്കാം. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. ഒരു ദിവസം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും സ്നേഹമാണ്. പിറ്റേ ദിവസം നമുക്ക് ആ സ്നേഹത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. പെട്ടെന്ന് വെറുപ്പായി, അസഭ്യവാക്കുകൾ പറയുകയായി, ക്രോധത്തോടെ സംസാരിക്കുകയായി, വീട്ടിലുള്ളവരെ അടിച്ചോടിക്കുകയായി, ഉപേക്ഷിക്കുകയായി. ഞാൻ നല്ല വൃക്ഷമാണോ ചീത്ത വൃക്ഷമാണോ? മത്തായിയുടെ സുവിശേഷം 12:33 പറയുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലവും നല്ല വൃക്ഷം നല്ല ഫലവും പുറപ്പെടുവിക്കും. ഒരിക്കലും ചീത്ത വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല, നല്ല വൃക്ഷം ഒരിക്കലും ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ എന്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ സമർപ്പിക്കുവാനുള്ള വലിയ വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, നമുക്ക് വേണ്ടി എന്നും കുമ്പാറ ബേബിച്ചേട്ടൻ പാട്ടുകൾ എഴുതാറുണ്ട്. ഇന്നും ഇതിനു വേണ്ടിയും ഒരു ഗാനവും കൂടി എഴുതിയിട്ടുണ്ട്. ആ ഗാനത്തും നമുക്ക് ഗായകരോട് ചേർന്ന് പ്രാർത്ഥനാഗീതമായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നല്ല വൃക്ഷമായി നമ്മുടെ ജീവിതം മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടാം. എന്നെന്നും നന്മകൾ മാത്രം വന്ന് ഭവിച്ചിടുവാൻ, എന്നെന്നും നല്ലത് മാത്രം കൊയ്തെടുത്തിടുവാൻ ഈ പുതുവർഷത്തിൽ യേശുവിനോടൊന്നായി ചേർന്ന് നീങ്ങിടാം, ശക്തരായിടാം. എന്നെന്നും നന്മകൾ മാത്രം വന്നു ഭവിച്ചിടുവാൻ, എന്നെന്നും നല്ലതു മാത്രം കൊയ്തെടുത്തിടുവാൻ, എന്നെന്നും നന്മകൾ മാത്രം വന്നു ഭവിച്ചിടുവാൻ, കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ യാചനാ പ്രാർത്ഥനയോടെ കൊയ്തെടുത്തിടുവാൻ. ഈ പുതുവർഷത്തിൽ യേശുവിനോടൊന്നായി ചേർന്നു നിന്നിടാം, ശക്തരായിടാം. ഈ പുതുവർഷത്തിൽ യേശുവിനോടൊന്നായി ചേർന്നു നിന്നിടാം, ശക്തരായിടാം.
നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ കഴുകി കഴുകണമേ. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ കഴുകി കഴുകണമേ. പ്രാർത്ഥിക്കാം. അവനെന്നും ഉന്നതൻ, യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. എന്നെന്നും നന്മകൾ മാത്രം വന്നു ഭവിച്ചിടുവാൻ, എന്നെന്നും നല്ലതു മാത്രം കൊയ്തെടുത്തിടുവാൻ. ആറ്റുതീരത്ത് നട്ട മരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊരിക്കലും വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവന് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവനെപ്പോഴും നല്ലത് പ്രവർത്തിക്കാൻ കഴിയും. നല്ലതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക. നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ വേരുകളെ യേശുവിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. എപ്പോഴും യേശുവിന്റെ സ്നേഹം. ആറ്റുതീരത്തു നട്ട ഒലിവുമരം പോലെ അവനോടു ചേർന്നാൽ നീ അനുഗ്രഹീതൻ. ആറ്റുതീരത്തു നട്ട ഒലിവുമരം പോലെ അവനോടു ചേർന്നാൽ നീ അനുഗ്രഹീതൻ. ഒരു നാളും നിൻ പാദം ഇടറുകില്ല, ഒരു വേള പോലും നീ പതറുകില്ല. ഒരു നാളും നിൻ പാദം ഇടറുകില്ല, ഒരു വേള പോലും നീ പതറുകില്ല. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ തഴുകി കഴുകണമേ. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ തഴുകി കഴുകണമേ. യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ, യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. എന്നെന്നും നന്മകൾ മാത്രം വന്നു ഭവിച്ചിടുവാൻ, ആഗ്രഹത്തോടെ എന്നെന്നും നല്ലത് മാത്രം കൊയ്തെടുത്തിടുവാൻ. കർത്താവ് നമുക്ക് നൽകിയ ഓരോ ദിനവും അനുഗ്രഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പാനപാത്രം അവന്റെ കൃപയാൽ നിറക്കണമേ എന്ന് ആഗ്രഹിക്കാം. ഈ പാനപാത്രത്തില് ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിറയട്ടെ. യാചനാപൂർവം കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ഗാനം ഗായകരോട് ചേർന്ന് മനസ്സിൽ പാടാം. നീ എനിക്കേകിയ ഓരോ ദിനവും അനുഗ്രഹം കൊണ്ടു നീ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ മനസ്സിൽ പ്രാർത്ഥിക്കാം. നീ എനിക്കേകിയ ഓരോ ദിനവും അനുഗ്രഹം കൊണ്ടു നീ നിറയ്ക്കണമേ. എൻ പാനപാത്രം നിൻ കൃപയാൽ നിറയ്ക്കണമേ, എന്നും നിറയ്ക്കണമേ. കരം അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാടാം. പാനപാത്രം നിൻ കൃപയാൽ നിറയ്ക്കണമേ, എന്നും നിറയ്ക്കണമേ. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ തഴുകി കഴുകണമേ. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ തഴുകി കഴുകണമേ. യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ, യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. കരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നന്മകൾ മാത്രം വന്നു ഭവിച്ചിടുവാൻ, ആഗ്രഹത്തോടെ എന്നെന്നും നല്ലത് മാത്രം കൊയ്തെടുത്തിടുവാൻ. എന്നെന്നും നന്മകൾ മാത്രം വന്നു ഭവിച്ചിടുവാൻ, എന്നെന്നും നല്ലതു മാത്രം കൊയ്തെടുത്തിടുവാൻ. ഈ പുതുവർഷത്തിൽ യേശുവിനോടൊന്നായി ചേർന്നു നിന്നിടാം, ശക്തരായിടാം. ഈ പുതുവർഷത്തിൽ യേശുവിനോടൊന്നായി ചേർന്നു നിന്നിടാം, ശക്തരായിടാം. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ തഴുകി കഴുകണമേ. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ തഴുകി കഴുകണമേ. യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ, യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. Praise the Lord. Hallelujah. ഹല്ലേലൂയ.
അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാവോ? മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. നമ്മൾ ഈ ഗാനത്തിന്റെ അനുപല്ലവി ഒന്നും കൂടെ പാടുകയാണ്. അടുത്ത് നിൽക്കുന്ന ആളുടെ ശിരസില് കരമൊന്ന് വെക്കാവോ? അനുപല്ലവി പാടുകയാണ്. അതിങ്ങനെയാണ്: ആറ്റുതീരത്ത് നട്ട ഒലിവുമരം പോലെ അവനോട് ചേർന്നാൽ നീ അനുഗ്രഹീതൻ. കൈവച്ചിരിക്കുന്ന ആളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നാളും നിൻ പാദം ഇടറുകയില്ല, ഒരു വേള പോലും നീ പതറുകയില്ല. അത്രയും അനുഗ്രഹം ദൈവം ഈ നിമിഷം ഈ 2015 നിനക്ക് തരും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരോട് ചേർന്ന്, കൈകളോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് പാടാം. ആറ്റുതീരത്തു നട്ട ഒലിവുമരം പോലെ അവനോട് ചേർന്നാൽ നീ അനുഗ്രഹീതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആറ്റുതീരത്തു നട്ട ഒലിവുമരം പോലെ അവനോട് ചേർന്നാൽ നീ അനുഗ്രഹീതൻ. ശക്തമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു നാളും നിൻ പാദം ഇടറുകില്ല, ഒരു വേള പോലും നീ പതറുകില്ല. ഒരു നാളും നിൻ പാദം ഇടറുകില്ല, ഒരു വേള പോലും നീ പതറുകില്ല. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ കഴുകണമേ. നിൻ കരുണാമൃതധാരയിൽ അടിമുടി എന്നെ കഴുകണമേ. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി, രണ്ട് കരമുയർത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവേ ഈ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ അവിടുന്ന് വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവമേ മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശു നല്ലിടയൻ, അവനെന്നും ഉന്നതൻ. കർത്താവായ ഈശോയെ, പുതുവർഷത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങയോടൊപ്പം, അങ്ങയോടൊട്ട് ചേർന്ന പുതിയ വൃക്ഷമായി, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി ഞങ്ങൾ ഈ ലോകത്തിൽ വളർന്നു വരുവാൻ അങ്ങ് നൽകിയ കൃപയോർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് നട്ടു നനച്ച് വളർത്തി ലോകത്തിന് മുഴുവൻ ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ കൃപയരണമേ. ഒരിക്കലും തിന്മയുടെ ശക്തികൾ ഞങ്ങളെ ആക്രമിക്കാതെ, പൈശാചിക ശക്തികൾ ഞങ്ങളെ കീഴ്പ്പെടുത്താതെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഈ ലോകത്ത് ജീവിക്കുവാൻ